ഹലോ, എല്ലാവർക്കും സെറാഫ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് ആവശ്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. പ്ലാന്റ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാം. DTDC വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുക. അതുപോലെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് സ്ട്രോബെറി പേരയാണ്. ഒരുപാട് വീഡിയോസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലാന്റാണിത്. നല്ല ഡാർക്ക് റെഡ് കളറിലാണ് ഇതിൻ്റെ കായ്കൾ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. രണ്ടാമത് വരുന്നത് സ്ട്രോബെറി പേരയുടെ പോലെ തന്നെ ഇലകളുള്ള എന്നാൽ കായ്കൾക്ക് മാത്രം വ്യത്യാസമുള്ള ഒരു പ്ലാന്റാണ്. ഫൈക്കസ് പേരയാണിത്. രണ്ടിൻ്റെയും ചെടികൾ ഒരുപോലെ തന്നെയാണ്, പക്ഷേ കായ്കൾക്ക് നല്ല വ്യത്യാസമുണ്ട്. അടുത്തത് വരുന്നതും ഒരു പേര വെറൈറ്റിയാണ്. അർക്കാക്കിരണാണിത്. അകവശം നല്ല ഒരു റെഡ് കളറിൽ നിൽക്കുന്ന ടൈപ്പ് പ്ലാന്റാണ്. ഇതിൽ മുട്ടുകളും പൂക്കളും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എയർ ലെയർ ചെയ്ത പ്ലാന്റാണ് വരിക. അടുത്തതായിട്ട് നമ്മൾ പുതിയതായിട്ട് ഒരു വെറൈറ്റി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. റെഡ് ഡയമണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. അകംവശം നല്ല റെഡ് കളറായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത്. സാധാരണ ഫ്രൂട്ട് പ്ലാന്റ്സിൽ അധികവും നമുക്ക് വരാറുള്ളത് എയർ ലെയർ ചെയ്ത പ്ലാന്റ്സ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഗ്രാഫ്റ്റഡ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. ഒരു നല്ലൊരു വെറൈറ്റിയാണ് ഇത്. പുതിയ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 300 രൂപയാണ്. അടുത്തത് വരുന്നത് ബെയർ ആപ്പിളിൻ്റെ ഈ ഒരു ഗ്രീൻ കളറിൽ പഴങ്ങളുണ്ടാവുന്ന പ്ലാന്റാണ്. നിറയെ പൂക്കളൊക്കെ ആയ പ്ലാന്റ്സ് ആണ്. ഇതും ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ്. ഇതേ വലുപ്പത്തിലുള്ള പ്ലാന്റ്സിന് 160 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ചന്ദനത്തിൻ്റെ തൈകളാണ്. ഈ ഒരു പ്ലാന്റ് നമ്മൾ ഒരുപാട് പേർക്ക് ഇതിനോടൊക്കെ അയച്ചു കൊടുത്തതാണ്. അപ്പോൾ ചന്ദനത്തിൻ്റെ തൈകൾ നമ്മൾ നടുന്ന സമയത്ത് അതിനോടൊപ്പം ഒരു പ്ലാന്റ് കൂടി ചുവട്ടിലുണ്ടാകും. പൊന്നാങ്കണ്ണി ചീരയാണ് സാധാരണ നടാറുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്ത് തന്നെ പ്ലാന്റ് നടാൻ ശ്രമിക്കുക. അതിൻ്റെ റേറ്റ് വരുന്നത് 90 രൂപയാണ്. അടുത്തത് വരുന്നത് ഊതിൻ്റെ തൈകളാണ്. ഈ കാണുന്ന സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. 90 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് പൂച്ചപ്പഴത്തിൻ്റെ തൈകളാണ്. ഇപ്പോൾ പൂച്ചപ്പഴത്തിൻ്റെ തൈകളെല്ലാം തന്നെ പൂക്കുന്ന ഒരു സമയമാണ്. നമുക്ക് തൈകളിലെല്ലാം പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൂക്കളുള്ള പ്ലാന്റ്സ് തന്നെ നോക്കി അയക്കാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് അബിയു ആണ്. അബിയുവിൻ്റെ തൈകളും നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് 300 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് 100 രൂപയാണ് റേറ്റ് വരിക. ചില പ്ലാന്റ്സിലൊക്കെ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് നമ്മൾ അയക്കുമ്പോൾ ഉണ്ടാവുക. അടുത്തത് വരുന്നത് സുവർണാം ചെറിയാണ്. സുവർണാം ചെറിയുടെ കായ്കൾ കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ എഡിബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഈ കാണുന്ന സൈസുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണ്. അപ്പോൾ ഇതും നല്ല പുളിപ്പും മധുരമൊക്കെ ചേർന്ന ഒരു ടേസ്റ്റിൽ വരുന്ന നല്ലൊരു ചെറി വെറൈറ്റിയാണ്. അപ്പോൾ ഈ കാണുന്ന സൈസുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ലെമൺ വൈൻ ആണ്. ലെമൺ വൈൻ്റെ പ്ലാന്റ്സ് നമുക്ക് പൂച്ചെടിയായിട്ടോ അതല്ലെങ്കിൽ ഇതിൻ്റെ കായ്കൾ നമ്മൾ അച്ചാറിടാനൊക്കെ ആയിട്ട് സാധാരണ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ കാണുന്ന സൈസുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഒടിച്ചുകുത്തി നാരകത്തിൻ്റെ തൈകളാണ്. നമ്മളിത് ചെറുനാരങ്ങ പോലെ തന്നെ എല്ലാ ഉപയോഗങ്ങൾക്കും എടുക്കാവുന്നതാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ചെറുനാരകത്തിൻ്റെ തൈകളാണ്. എയർ ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണ് വരിക. ഈ കാണുന്ന സൈസുള്ള പ്ലാന്റിന് 150 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഹണി ഡ്യൂ പപ്പായയാണ്. നല്ല ടേസ്റ്റുള്ള അതുപോലെ തന്നെ മധുരമുള്ള ഒരു വെറൈറ്റിയാണിത്.
അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് കശുമാവിൻ്റെ തൈകളാണ്. ഇതും ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ്. ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകളാണ് നമ്മൾ അയക്കുക. ഇതിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് അരിനെല്ലിയാണ്. നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ളൊരു പ്ലാന്റാണിത്. അപ്പോൾ ഈ കാണുന്ന സൈസുള്ള പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഗ്രാമ്പൂവിൻ്റെ തൈകളാണ്. ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ബുഷ് ഓറഞ്ചിൻ്റെ തൈകളാണ്. ഇതും എയർ ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണ്. ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ബുഷ് ഓറഞ്ചിൻ്റെ തന്നെ വേരിഗേറ്റഡ് ആണ്. മുൻപൊരു തവണ നമ്മൾ ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾ തന്നെയാണ്. തൈകളെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റിന് 350 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് മുന്തിരിയാണ്. മുന്തിരിയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് ജംബോട്ടിക്കാബയാണ്. ജംബോട്ടിക്കാബയുടെ സബാറ എന്ന ഇനത്തിൽപ്പെട്ട പ്ലാന്റാണിത്. നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. 320 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് നമുക്ക് സെയിലിനുള്ളത് മാതളത്തിൻ്റെ തൈകളാണ്. മാതളത്തിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ്. അപ്പോൾ ഇന്ന് ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും വീഡിയോസൊക്കെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.